റോഡ് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് വാഴത്തോപ്പ് പഞ്ചായത്തിലെ പേപ്പാറയിൽ ഒരു കുടുംബം. ഇവർ വിട്ടു നൽകിയ ഭൂമിയിൽ മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചതോടെ വീട് അപകടാവസ്ഥയിലുമായി. നെല്ലാനിക്കൽ ചിന്നമ്മയും കുടുംബവുമാണ് കരാറുകാരന്റെ അനാസ്ഥയാൽ ദുരിതമനുഭവിക്കുന്നത്. റോഡിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകുമെന്ന വ്യവസ്ഥയിലാണ് സ്വന്തം പേരിലുള്ള പട്ടയഭൂമി ഈ കുടുംബം വിട്ടു നൽകിയത്. എന്നാൽ വാക്കുപാലിക്കുവാൻ കരാറുകാരൻ തയ്യാറാകാത്തതിനെ തുടർന്ന് കാലവർഷം അടുക്കുമ്പോൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് ഈ കുടുംബം. മുഖ്യമന്ത്രിയുടെ പ്രളയ പുനരധിവാസ പദ്ധതിയിൽപ്പെടുത്തിയാണ് വാഴത്തോപ്പ് പഞ്ചായത്തിൽ പൈനാവ് പേപ്പാറ അശോകക്കവല റോഡ് നിർമ്മിച്ചത്. 22 കിലോമീറ്റർ ദൂരമുള്ള റോഡ് BMBC നിലവാരത്തിൽ പണിയുന്നതിനായി 122 കോടി രൂപയാണ് ചെലവഴിച്ചത്. KSTPക്കായിരുന്നു റോഡിന്റെ നിർമ്മാണ ചുമതല. വീടിനോട് ചേർന്ന് മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചതോടെ ഇപ്പോൾ ചിന്നമ്മയും കുടുംബാംഗങ്ങളും വലിയ ആശങ്കയിലാണ്. കരാറുകാരൻ വ്യവസ്ഥ പാലിച്ചില്ലെന്നും മഴക്കാലമാകുന്നതോടെ വീട്ടിൽ കിടന്നുറങ്ങുവാൻ കഴിയാത്ത സാഹചര്യമെന്നും ചിന്നമ്മ പറയുന്നു. ഞാനൊരു രോഗിയാണ്. എനിക്ക് ഇവിടെ രാത്രിയിലാണെങ്കിലും കിടന്നുറങ്ങാൻ ഒരു രക്ഷയില്ല. എപ്പോഴാണ് മണ്ണിടിഞ്ഞ് ചാടുന്നതെന്ന് അറിയാൻ പാടില്ല. വണ്ടി പോകുമ്പോൾ വെയിലടിഞ്ഞ വണ്ടി പോയി കഴിയുമ്പോൾ പൊടി കാരണം എനിക്ക് ശ്വാസം മുട്ട വീട്ടിലിരിക്കാൻ പാടില്ല. വലിയ വണ്ടിയുടെ കല്ല് വരെ തെറിച്ച് തല ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതോടെ നിർമ്മാണം പൂർത്തിയാക്കാതെ കരാറുകാരൻ കടന്നു കളയുകയായിരുന്നു. ഇതോടെ 100 മീറ്റർ ദൂരത്ത് മാത്രം റോഡ് നിർമ്മാണം മുടങ്ങിക്കിടക്കുകയാണ്. നാട്ടുകാർ ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാരും പറയുന്നു. ഞങ്ങൾ താമസിക്കുന്നത് ഈ പ്രദേശത്താണ്. ഈ അമ്മച്ചി എന്ന് പറയുന്നത് 6 ജീവനുള്ള ഒരു കുടുംബം. ഈ നേരെ താഴെ കാണുന്ന ഒരു വീട് അവരുടെയാണ്. 6 ജീവനുണ്ട് അവിടെ. ഇവർക്ക് സംരക്ഷണത്തിൽ കെട്ടിക്കൊടുക്കേണ്ട ഒരു മര്യാദയുണ്ടല്ലോ. ആവശ്യമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ കെട്ടിപ്പൊക്കി എന്തൊക്കെയോ കൂടോത്രം ചെയ്തു, എന്തൊക്കെയോ ചെയ്തെങ്കിൽ അറിയത്തില്ല. പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഈ 50 മീറ്റർ പരിസരത്ത് ഈ വഴി എത്രയും പെടുന്നില്ലെങ്കിൽ ഞങ്ങൾ നാളെ മുതൽ KSTPയുടെ ഒരു വണ്ടി പൈനാവിൽ നിന്ന് പുറപ്പെട്ടാൽ ഞങ്ങൾ ഇവിടെ അറിയും. ആ വണ്ടി ഞങ്ങൾ തടഞ്ഞിരിക്കും. മഴ ശക്തമാകുന്നതോടെ വീടിന് മുകളിലേക്ക് മണ്ണിടിയുവാനുള്ള സാധ്യതയും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 6 അംഗ കുടുംബങ്ങളാണ് ഈ വീട്ടിലുള്ളത്. 2018 പ്രളയത്തിൽ വലിയ മണ്ണിടിച്ചിലും പ്രകൃതിക്ഷോഭവും ഉണ്ടായ പ്രദേശത്തു കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നതും. ചിന്നമ്മയ്ക്കും കുടുംബത്തിനും ആവശ്യമായ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അടിയന്തരമായി റോഡിന്റെ ബാക്കിയുള്ള ഭാഗം പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെയും ആവശ്യം. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.